ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ട്രിങ്കോമാലിയിൽ ശ്രീലങ്കയിലെ ഒരു സ്ഥലത്ത് നാച്ചുറലായിട്ട് ചൂടുള്ള സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം കാണാനാണ് പോകുന്നത്. ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ ഇപ്പോൾ ഞാനൊരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാണ്ട് നിർത്തിയതാണ്. ഇവിടെ എണ്ണ കുപ്പിയിലാണ് നമ്മളെ ഡ്രൈവർ വാങ്ങി വെക്കുന്നത്. അപ്പോൾ അത് കാണാം നമുക്ക്. ഒരു ലിറ്റർ ഡീസൽ എത്ര ഇരിക്കും? ഡീസൽ 286. നമ്മളെ ഡ്രൈവർ കുപ്പിയിലാക്കിയിട്ട് അത് വണ്ടിയിൽ കൊണ്ട്, ഇവിടെ അങ്ങനെയാണ് സാധാരണ ഓട്ടോക്കാർ ചെയ്യൽ. എന്നിട്ട് അവിടെ സ്റ്റോക്ക് വെക്കുകയാണ്. തീരുമ്പോൾ അത് ഇവരെന്നെ തുറന്ന് പാരും. അങ്ങനെയാണ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ റോഡിലാണ് നാട്ടുകാർ വരെ നെല്ലുണക്കുക. പകുതി കംപ്ലീറ്റ് ഒരു ഉണക്കിയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഹൈവേയിലാണ് ഈ സംഭവം നടത്തുന്നത്. ചൂടത്ത് ഉണക്കിയിടുകയാണ്. സ്ത്രീകളാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ്, സ്ഥിരമാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മുടെ ഡ്രൈവർ. കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ പകുതി ഭാഗം. വലിയ ട്രാഫിക്കൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ നമ്മളെ കാശ്മീരിൽ ഗോതമ്പും ഇതൊക്കെ ഉണക്കുന്ന ഞാൻ കണ്ടിരിക്കുന്നത് മുമ്പ്. ഇവിടെ ഒരു ഹോട്ട് വാട്ടർ സ്ഥലമുണ്ട്, കന്നിയ ഹോട്ട് വെൽ എന്നുണ്ടല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 1 കിലോമീറ്റർ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓട്ടോ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകണം. ഇവിടെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അടുത്തും കുറേ കച്ചവടക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെയുണ്ട് ഇതേപോലെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ. ലേഡീസ് ആണ് കൂടുതൽ സ്റ്റാഫ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകാണ്ട്. അപ്പോൾ ആ നടന്നു പോകുന്ന സമയത്തുള്ള കടകളൊക്കെ അങ്ങനെ കാണാം. കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. നല്ല സ്റ്റൈലാക്കി ഇന്ന് തൊപ്പികളും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ടൂറിസ്റ്റേഴ്സ് വരുന്ന സ്ഥലമാണ്. ഇവിടെ അങ്ങ് ദൂരെ കുരങ്ങനെ കണ്ടില്ലേ. ഇവിടെ ഉള്ള കടക്കാരെന്താ പറഞ്ഞാൽ ഈ കുരങ്ങനെ പേടിയാണ് ഇവർക്ക്. കാരണം സ്ഥിരമായിട്ട് കടയിൽ നിന്ന് ഇവർ മാറി നിൽക്കില്ല. കടയിൽ കയറിയിട്ട് ഇവർ ചിപ്സും ഇതൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ഓടി അങ്ങോട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി തിന്നും. അപ്പോൾ അതുകൊണ്ട് കുരങ്ങന്മാരെ എപ്പോഴും ഇവർക്ക് പേടിയാണ്. ഇവിടെ ഇവരിങ്ങനെ കാത്തു നിൽക്കും, കാവലായിട്ട് നിൽക്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഏരിയ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകണം. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ട വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കോളേജ് കുട്ടികളൊക്കെ വരുന്നുണ്ട് തോന്നണു. അപ്പോൾ ഇതിലെ അങ്ങനെ നടന്നു പോയിട്ട് നമുക്ക് കാണാം അവിടുത്തെ സംഭവം എന്താണെന്നൊക്കെ ഉള്ളത്. പണ്ട് മണാലിയിൽ ഇതേപോലെ ഒരു ഹോട്ട് വാട്ടർ ഉണ്ട്. നല്ല മണാലിയിൽ പോയവർക്കറിയാം. അതുപോലെ തന്നെയാണ് തോന്നുന്നു ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് കിട്ടുക. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫുണ്ട്. പുള്ളിക്കാരനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. தமிழ்ல சொல்லுவா? தமிழ் சொல்லு. அதாவது 3 மவுண்டன்ல இருந்து அந்த கிரவுண்டால உள்ளால ஒரு இடத்துல ஒரு குறிப்பிட்ட கற்கள் ஊடாக வெளியே வருது. ஒரு இடத்துல வெளியே வெளியால போறதால அந்த இடத்துல சூடாகுது. എത്ര ദൂരം இருக்கு இங்க இருந்து சூடான സ്ഥലത്തേക്ക്? 2-3 கிலோமீட்டர் தூரத்துல மத்த இடத்துல இருந்து வர ஊற்று இந்த இடத்துல இது மவுண்டன் பெரிய மவுண்டன் இல்ல, இது 1 year full இருக்கு. ஒரு வருஷத்துல இது தெரிஞ்சதுக்கு 1000 வருஷத்துக்கு மேல more than 1000 சுடு தண்ணி தான். ഓക്കെ താങ്ക് യു. അപ്പം നമുക്ക് ഇവിടെയുള്ള ആ 7 കിണർ കാണാൻ പോവാം. ഈ ഒരു ഒഴിവുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഇതിങ്ങനെ ഓരോ ചതുരത്തിൽ ഓരോ ഇതാണ്. അതിൻ്റെ ഉള്ളിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഈ ചതുരത്തിലുള്ള കിണറുകൾക്കൊക്കെ ഒരു 3-4 അടി താഴ്ചയുള്ളതെന്ന് പറഞ്ഞു. 1955 പ്രസിദ്ധീകരിച്ച സഞ്ചാരികൾക്കായുള്ള ഒരു കൈപുസ്തകത്തിൽ ഈ കന്യയിലെ 7 ചൂട് നീരുറവുകൾ ബുദ്ധമതക്കാർക്കും പിന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പവിത്രമാണെന്ന് വിവരിച്ചിട്ടുണ്ട്. അതിൽ
ഞാനിപ്പോഴും മുകളിൽ തന്നെയാണ്, താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓരോന്ന് പോയിക്കോട്ടെ വെച്ച് കാത്തു നിൽക്കുകയാണ്. ഇനി താഴത്തിറങ്ങിയിട്ട് നോക്കണം ഇതിൻ്റെ ചൂടിൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഏതായാലും ഒന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇത് ശ്രീലങ്കയിലെ ഒരു ഹോട്ട് വാട്ടർ വെല്ലാണ്. ഇവിടുത്തെ നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഒരു 3 മൗണ്ടെയിൻ്റെ മുകളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഹോട്ട് വാട്ടർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഓരോ ചെറിയ ചെറിയ വെല്ലുണ്ട്. ഈ വെല്ലിലൊക്കെ ഉള്ളത് ചൂടുവെള്ളമാണ്. ഇതാണ് ആ വെള്ളം. ഇതൊക്കെ ഒരു ലൈറ്റ് ചൂടുവെള്ളമാണുള്ളത്. ഇവിടെ തോർത്തുമുണ്ടെന്ന് കുളിക്കുന്നു. ഇവിടെ ഒരു വിദ്വാന് കുളി നടത്തുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിലാണ് നാട്ടിലെ കുളിക്കാറുള്ളത്. പിന്നെ തോർത്തുമുണ്ടെന്ന് കുളിക്കുന്നത്. പക്ഷെ നമ്മൾ കരുതിയിട്ടില്ല ഇങ്ങനെ ഓപ്പണായി കുളിക്കാൻ പറ്റുന്നറിയില്ല. നമ്മളെ മണാലിയിൽ ഇതേപോലെ കുളമുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ കുളത്തിൽ നമ്മൾ കുളിക്കാം. ഇതൊരു ലോങ് വ്യൂ ആണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് ഉള്ളത്. ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഉള്ളത്. ഇതതിൻ്റെ പുറംഭാഗം, പുറത്തെ ഏരിയയാണ് കംപ്ലീറ്റ്. കാടൊക്കെ പിടിച്ചിറക്കുന്നുണ്ട് ഇവിടെ. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. ടൂറിസ്റ്റേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അടുത്തിടെ ഇവിടെ പിന്നെ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് ഈ അനുരാധപുര കാലഘട്ടത്തിലെ ഒരു സ്തൂപകുന്നും AD 1-2 നൂറ്റാണ്ടുകളിൽ ഒരു ലിഖിതവും കണ്ടെത്തിയെന്ന്. അന്ന് സമീപത്തുള്ള 5 ടാങ്കറുകളിലെ വെള്ളം ഒരു ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന ബുദ്ധസന്യാസിമാരുടെ ഉപയോഗത്തിനായി നീക്കി വെച്ചിരുന്നുവെന്ന് ആ ലിഖിതത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ആ ചൂടുവെള്ളത്തിന്റെ സ്ഥലം. ഈ ഒരു കോമ്പൗണ്ടിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരെ 2 യൂറോപ്യന്മാർ നിൽക്കുന്നുണ്ടല്ലോ. അതിൽ കൂടെയാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. അതിൽ കൂടെ അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നതിൽ കൂടി അങ്ങനെ പുറത്തേക്ക് കിടക്കുക. അതിലൂടെയും തന്നെ പുറത്തേക്ക് കിടക്കുക, കുഴപ്പമില്ല. ഇപ്പോൾ കുളിച്ചും കുറച്ച് കുടിക്കുന്നില്ല, ലേഡീസ് ആരും കുളിക്കുന്നില്ല. ഇതാണ് ആ ഭാഗം. ഇതിവിടെ ഈ ഡ്രസ്സ് മാറാനും മറ്റുള്ള ലേഡീസിൻ്റെയൊക്കെ സെക്ഷനാണ് ഈ ഭാഗത്ത്. അപ്പം ഞാനിവിടുന്ന് തിരിച്ച് വന്ന വഴിക്കാൻ അങ്ങനെ പോവുകയാണ്. ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു കൂൾ ഏരിയയാണ് ഈ ഒരു പരിസരം. ഓട്ടോ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടുന്ന് ഇനി തിരിച്ചു പോകേണ്ടത് ആ ഒരു ഭാഗമാണ്. നല്ല ഒഴിഞ്ഞൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഞാൻ വരുന്ന സമയത്ത് കുരങ്ങന്മാരെ കാണിച്ചു തന്നില്ലേ. കുരങ്ങന്മാരെ വലിയ പേടിയാണ് കടക്കാർക്ക്. സാധനങ്ങളൊക്കെ അവർ കട്ടുകൊണ്ടുപോയി. നമ്മുടെ മനുഷ്യന്മാരെ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷേ ഇഷ്ടംപോലെ ഉണ്ട് കുരങ്ങന്മാർ. അങ്ങ് ദൂരെ നോക്കിയില്ല, ഉണ്ടല്ലേ, ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കുരങ്ങന്മാരങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ ടൂറിസ്റ്റേഴ്സ് വരുന്ന സമയത്ത് കടല ഇതൊക്കെ കിട്ടും. അപ്പോൾ അത് തിന്നും, പഴം തിന്നും, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കഴിഞ്ഞു പോകും. കിട്ടാത്ത സമയത്താണ് ഒരു കടയിൽ കയറിയിട്ട് ഒരൊറ്റ വലിയ എടുക്കലും ഒരു പായലും പോയും. അപ്പോൾ എന്താ വെച്ചാൽ കടക്കാരെപ്പോഴും ജാഗ്രതയായിട്ട് കടന്ന മുന്നിൽ തന്നെ അങ്ങനെ ഉണ്ടാവും. ഇതുണ്ടല്ലേ കുരങ്ങന്മാർ. വലിയ കുരങ്ങനുണ്ട്, കുട്ടിക്കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കുരങ്ങന്മാർ. ഈ ജയ്പൂരിൽ ഇതേപോലെ ഈ കുരങ്ങന്മാർക്ക് മങ്കി ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ തന്നെ ഉണ്ട്. അവിടെ നല്ല രസമാണ്. അവിടെ പോയാൽ നമ്മുടെ മേലെ കൂടിയൊക്കെ ചാടി ഓടി കളിക്കും. നമ്മൾ കൊടുത്ത കടലൊക്കെ അവർ തിന്നും. നല്ല രസമാണ്. ഇതുണ്ടല്ലേ, കുറച്ച് വൃത്തിയൊക്കെയുള്ള ഒരു കുരങ്ങന്മാരാണോന്നാണ് ഇവിടെ ഉള്ളത്. നല്ല ഉഷാറാണ്. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കുരങ്ങന്മാർ. ഏതായാലും ആ കാണുന്നത് ഒക്കെ കുട്ടിക്കുരങ്ങനാണത്. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് കുരങ്ങൻ ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് പാഞ്ഞ് പോകുന്നുണ്ടല്ലേ. ഇനി പുള്ളിക്കാരൻ അങ്ങ് ദൂരെ പോയിട്ട് അത് പൊളിച്ച് തിന്നും. ഈ കടക്കാർക്ക് ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ കാര്യം. ഇത് ഇവിടുത്തെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് അടുക്കള സാധനങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇത് നൂൽപുട്ടിൻ്റെ അച്ചാണ് ഈ കാണുന്നത്, ഇവിടുത്തെ നൂൽപുട്ട്. പിന്നെ ഇത് വേറൊരു സംഭവമാണ്, ആവിയിലുണ്ടാക്കുന്ന ഇലയുടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. അപ്പം ഞാനിവിടുന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് പെണ്ണുങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം.
ശ്രീലങ്കൻ സർബത്ത് ശ്രീലങ്കൻ తన్ని ఇది వేణుమా ఇల్లడి సరువత్ ఇల్లండి సరువత్ తినదు ఉక్కారండి పోయి ఐస్ దాకా ఉంటుంది తిన్నది ഇത് ഓറഞ്ച് എന്റെ പേര് സാത്തുകുടി ജ്യൂസ്. ഞാൻ ഒന്ന് കുടിച്ചോക്കട്ടെ. താങ്ക് യു. 200 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ തിരിച്ചിഞ്ഞി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.